കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു, തൊഴുതു. നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. എന്നാലും ഓണക്കാലത്തെയും ഇതൊക്കെ നോക്കുമ്പോൾ തിരക്കൊന്നുമില്ല. ഇന്ന് ചൊവ്വാഴ്ചയുടെ ആ ഒരു ഇതിൽ കുറച്ചും കൂടി തിരക്കുണ്ടെന്ന് മാത്രം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഗുരുവായൂർക്ക് വരൂ കേട്ടോ, തൊഴാൻ വരൂ, നമുക്ക് തൊഴാം. എല്ലാവരും വന്നോളൂ, ഗുരുവായൂരപ്പനെ കാണുക. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു, ഗോപുരനട കഴിഞ്ഞു, അങ്ങനെ വന്ന് ഫ്ലൈ ഓവറൊക്കെ അവിടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കൂടെ കയറുകയാണ്. കയറിയിട്ട് ആ വലതുവശത്തേക്ക് തന്നെ കയറി നിന്നോളൂ കേട്ടോ. വലതുവശത്ത് തന്നെ കയറി നിന്നു. ആ കയറിയ സമയത്തൊന്ന് കണ്ടു, ആ തിരുമുഖ കമലം കാണാൻ പറ്റി. ആ മുഖമണ്ഡപത്തിലേക്ക് നോക്കുമ്പോൾ ആ സ്വർണ്ണ നിറത്തിലിങ്ങനെ ആ നെയ്വിളക്കിൻ്റെ ശോഭയിലിങ്ങനെ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഒരു കയ്യിൽ വെണ്ണ ഉണ്ട്, വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, പൊന്നോടക്കുഴലുണ്ട്. വെണ്ണ കിട്ടിയിട്ടില്ല, ഇന്നലെയും വെണ്ണ ഇല്ലായിരുന്നു, ഇന്നും വെണ്ണ കണ്ണൻ തന്നെയാണ്. എന്തായാലും അല്ല, ഇന്നലെ വെണ്ണ ഇല്ലല്ലോ അല്ലേ, ഇന്ന് എന്തായാലും വെണ്ണക്കണ്ണനാണ്. നല്ല കാഴ്ചയാണ്. അപ്പോൾ അരയിൽ നല്ല കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്, കാലിൽ കാൽവളകളുണ്ട്, കയ്യിൽ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, ആ മാറിലൊരു ചെറിയൊരു പതക്കം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്, സ്വർണ്ണ പൊന്നിൻ ഗോപി ചാർത്തിയിട്ടുണ്ട്, കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്, പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്, 3 കളഭം കൊണ്ടുള്ള 3 പീലിയുണ്ട്. അത് 3 പീലി തന്നെയാണ്, നന്നായിട്ടത് ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ എന്താ ഒരു ആനന്ദം. കാരണം അദ്ദേഹം നല്ല സന്തോഷത്തിലാണ്, വെണ്ണ കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ പിന്നെ അത് ആ മുഖത്ത് പ്രസരിക്കുന്നുണ്ട്. നമ്മൾ ഭക്തരോടും കൂടി വെണ്ണ വേണോയെന്ന് ചോദിക്കുകയാണ്. ആർക്കാണത് തരികയെന്നറിയില്ല, നമുക്കും ചോദിച്ചു നോക്കാം അല്ലേ. എല്ലാവരും കൂടെ ഉള്ളവരൊക്കെ ചോദിച്ചോളൂ വെണ്ണ തരുമെന്ന്. അപ്പോൾ ചിലപ്പോൾ തരും. എന്തായാലും ആ വെണ്ണക്കണ്ണൻ നല്ല രസത്തിലാണെന്ന് നിൽക്കുന്നത്. നല്ലൊരു കാഴ്ച, അതിമനോഹരമാണ്. ആ കുസൃതിയൊക്കെ നിറഞ്ഞ ആ ഒരു കണ്ണുകളും ആ പുഞ്ചിരിക്കുന്ന ഭാവവും, ആ വെണ്ണയൊക്കെ കഴിച്ചിട്ടേ നല്ല കുംഭാവുമാണ്. കുമ്പയൊക്കെ വീർത്ത് ഇങ്ങനെ നല്ല നേദ്യമൊക്കെ കഴിഞ്ഞല്ലേ, അപ്പം നല്ല രസമാണ്. യശോദാമ്മ കൊടുത്തതാന്ന് തോന്നുന്നുണ്ട്, വെണ്ണ ഉരുള കയ്യിലുണ്ട്. എന്തായാലും ആ ഓടക്കുഴലും ഉണ്ട് കയ്യിൽ. അങ്ങനെ വളരെ നല്ലൊരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ തന്നെ എല്ലാവരും ഭക്തരെയൊക്കെ നോക്കിയും കൊണ്ട് നിൽക്കുകയാണ്. അനുഗ്രഹിക്കാനായിട്ട് തന്നെ നിൽക്കുന്ന തരത്തിലാണ്. കാരണം ആ ഒരു നോട്ടം നോക്കിയാൽ മതി. നമ്മളിപ്പോൾ അങ്ങനെ ചെന്നിട്ട് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കാണാം. നമുക്ക് കാണുമ്പോൾ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, എന്താ സ്വർണത്തിൻ്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുക. അപ്പോൾ നമ്മൾ ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്കൂ, ശരിക്കും ഉണ്ണിക്കണ്ണൻ നമ്മളെ തന്നെയാണ് നോക്കുന്നതെന്ന് തോന്നും. നല്ലൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കൂ. ആ ഗുരുവായൂരപ്പൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഭക്തരെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കണ്ടോളൂ. നമ്മളെന്താ വെച്ചാൽ നമ്മളെന്താ പറയാനുള്ളതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്നാലും അദ്ദേഹം നമ്മളെ നാവുമ്പോൾ തന്നെ കേൾക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ്. എനിക്ക് വെണ്ണ കിട്ടിയണു, നിങ്ങൾക്കും വയറ് നിറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ തിരുമുടിമാലകൾ ഉണ്ട്, കഴുത്തിൽ നല്ലൊരു ചുവപ്പും വെള്ളയും കൂടി ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഒരു തുളസിമാല ഉണ്ട്. അങ്ങനെ മാലയും ചാർത്തിയിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. നല്ല കാഴ്ചയാണത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഉണ്ണിയോട്, ആ പൊന്നുണ്ണി രൂപത്തിൽ നിൽക്കുന്ന വെണ്ണക്കണ്ണനോട് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും ആ തിരുമുമ്പിൽ നിന്ന് അങ്ങോട്ട് ഉണർത്തുക.
അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിൽ പറഞ്ഞോളൂ കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണെന്ന് ആദ്യം സങ്കല്പിച്ചോളും. അപ്പോൾ എന്താ വെച്ചാൽ ശരീരം എവിടെ ആയിക്കോട്ടെ അത് നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ മനസ്സെത്തിയല്ലോ, ആ മനസ്സുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല ആളുകളും അവിടെ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിയ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കണ്ണടയ്ക്കുന്ന എന്തിനാ, ഉള്ളിലേക്ക് അങ്ങോട്ട് ആ രൂപം പതിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മളും ആ വെണ്ണക്കണ്ണൻ്റെ ആ രൂപം നമ്മളെ മനസ്സിലേക്ക് അങ്ങോട്ട് തറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ സ്വരൂപം അവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളണേന്ന്, വെണ്ണക്കണ്ണ കാത്തോളണേന്ന് പറയുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ തിരുമുമ്പിൽ നിന്ന് തൊഴുതു ഇറങ്ങി. ഇനി അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ അങ്ങനെ നടന്ന് ഗണപതിയുടെ അവിടെ എത്തി. ആ ഗണപതിയുടെ അവിടെ നിന്ന് തൊഴുതു ഏത്തിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ സരസ്വതി അറയിലേക്ക് നോക്കി ഒന്ന് തൊഴുതു. അങ്ങനെ ഗണപതി ആ മൂലക്കിലുള്ള ഗണപതി വിഗ്രഹത്തിലൊന്ന് പോയിട്ട് പ്രാർത്ഥിച്ചു. ഗണപതി അമ്പലത്തിൻ്റെ ആ പിൻവശത്ത് പോയിട്ടും നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ വരുമ്പോൾ ആ മേൽശാന്തിര അവിടുന്ന് പ്രസാദവും വാങ്ങി. ഇന്നിപ്പോൾ മുന്നൂലം ഹരിയോദിക്കലാണ്. ഇന്ന് കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം ഹരിയോദിക്കനാണ്. ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് തിരുമേനിയാണ്. അപ്പോൾ അതാദ്യം പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മേൽശാന്തിര അവിടെ എത്തിയപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അപ്പോൾ അവിടെ കണ്ടു, തൊഴുതു, അവിടുന്ന് പ്രസാദം വാങ്ങി. അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ അമ്പലത്തിൻ്റെ ബാക്കിലൊന്ന് പുറകുവശത്തായിട്ട് ഒന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. സ്ത്രീകളൊക്കെ ഒന്ന് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുക. ഒന്ന് സൈഡ് ചെരിഞ്ഞിങ്ങനെ നിന്നിട്ട് നോക്കിയാലേ നല്ല കാഴ്ചയാണ്. ആ കാഴ്ച കണ്ടു. അത് കഴിഞ്ഞ് ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഒന്ന് കണ്ടിങ്ങനെ മുരുകൻ്റെ അവിടെ എത്തി. മുരുകൻ്റെ അവിടെയും തൊഴുതു. അവിടേക്ക് അത്യാവശ്യം തിരക്കുണ്ട്. അതും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി. ഇന്ന് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ആ കുങ്കുമം, എന്നാലും നമ്മളൊന്ന് തൊട്ടു. അത് കഴിഞ്ഞ് വസുദേവരുടെയും ഒക്കെ അങ്ങനെ തൊഴുത് ഇങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ എത്തി. ഓവിൻ്റെ അവിടെ ഒന്ന് നോക്കി തൊഴുതു. അത് കഴിഞ്ഞ് നേരെ താമരക്കണ്ണൻ്റെ അവിടേക്ക് പോയി. താമരക്കണ്ണനെ തൊഴുതു. കൽപ്പകവൃക്ഷം നോക്കി തൊഴുതു. അതും കഴിഞ്ഞ് നേരെ മണിക്കിണറിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നമ്മളെ കണ്ണൻ നൃത്തം ചെയ്യുന്ന ആ നൃത്താറയിലേക്ക് നോക്കിയിട്ട് അവിടെ ആ വിളക്ക് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കണം, കിടാവിളക്കായിട്ട് തെളിഞ്ഞുകൊണ്ടേയിരിക്കണം. അത് കണ്ടു, തൊഴുതു. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചിങ്ങടനെ വന്ന് ആ കുറൂരമ്മയും നാരദനും ഒക്കെ ഇരിക്കുന്ന അവിടേക്കൊന്ന് തൊഴുതു നേരെ വടക്ക് വശത്ത് കൂടെ, വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ആ ലേശം പ്രസാദം വാങ്ങാം. അങ്ങനെ പ്രസാദം വാങ്ങിയിട്ട് നേരെ എടത്തരികത്താവിലെ അമ്മേനെ ഭഗവതീനെ, ഇപ്പോൾ നവരാത്രി കാലം ആയതുകൊണ്ട് നല്ല തേജസ്സാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ സമയത്ത് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അമ്മ അങ്ങനെ നല്ല പ്രസന്നവതിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മേനെ ദർശിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുതു. ഇനി നേരെ അങ്ങനെ എത്തിയിട്ട് ആ വടക്കുന്നാഥനെ പ്രാർത്ഥിക്കുക. ആ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. ആ മമ്മിയൂരപ്പനെ മമ്മിയൂരപ്പ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കൊടിമരം കണ്ടു. കൊടിമരം നോക്കി തൊഴുതു. അങ്ങനെ അവിടുന്ന് ഒന്നും കൂടി നോക്കാട്ടോ നമുക്ക്. ഇന്ന് അവിടെ കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ അവിടുന്ന് ഒന്നും കൂടി നോക്കിയിട്ട് ശ്രീകോവിലേക്ക് നോക്കി കണ്ണനെ ഒന്നും കൂടി കണ്ടു. നേരെ അങ്ങനെ അയ്യപ്പൻ്റെ അവിടേക്ക് എത്തി. അയ്യപ്പൻ്റെ അവിടെ നിന്ന് തൊഴുതു. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. ആ കൂത്തമ്പലത്തിൽ നിന്ന് തൊഴുതു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോന്നു. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ആ കൊടിമരം നോക്കിയിട്ട് നന്നായിട്ട് കാണാമല്ലോ. ആ ഉണ്ണിക്കണ്ണൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണത് കണ്ടു. പ്രാർത്ഥിച്ചു. നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.